ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, സമുദായമേ, ലോകമേ, ഇന്ന ദുനിയാ അർളുൻ ഹാദിർ അലാ ഇന്നൽ ആഖിറ വഅദുൻ സാദിഖ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണമാണ്. ലോകത്തിന്റെ മുത്തിന്റെ ജന്മപ്പിറവി എടുത്തുകൊണ്ട് ലോകമെമ്പാടും സന്തോഷ തിരമാലകൾ കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുമ്പോ ഓർക്കണേ, ഹബീബായ തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും നടത്തിയ പ്രഭാഷണമാണ്. അലാ ഇന്ന ദുനിയാ അർളുൻ ഹാദിർ. ഈ കാണുന്ന ഭൗതിക ഗേഹങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന ഭൗതിക ലോകമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിലെ രസങ്ങളും ആഡംബരങ്ങളും വിനോദങ്ങളും എല്ലാം ഉണ്ടല്ലോ, അത് നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മറിമായം മാത്രമാണ് മക്കളെ. യഅകുലു മിൻഹാ അൽ ബർറു വൽ ഫാജിർ. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ നിന്ന് സദ്ഗുണ സമ്പന്നരും ഭക്ഷിക്കുന്നവരാണ്. അഹങ്കാരികളും തമ്മാടികളും ഈ ദുനിയാവിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം പറയുന്നതാണ്, യഅകുലു മിൻഹാ അൽ ബർറു വൽ ഫാജിർ. അല്ലാഹുവിനെ ധിക്കരിച്ച ധിക്കാരികൾക്കും ഇസ്ലാമിന്റെ പ്രതിയോഗികളും ഈ ദുനിയാവിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്, ഈ ദുനിയാവിൽ നിന്നാണ് അവർ കഴിക്കുന്നതും കുടിക്കുന്നതും. അതേപോലെ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സാലിഹീങ്ങളുണ്ടല്ലോ, അവരും കഴിക്കുന്നത് ഈ ദുനിയാവിന്റെ വിഭവങ്ങളിൽ നിന്ന് മാത്രമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും നമ്മളോട് അറിയിച്ചു തരികയാണ്, അലാ ഇന്നൽ ആഖിറ. നാളെ ആഖിറത്തിലേക്ക് നമ്മൾ പോകുമ്പോ, ഈ മണ്ണറയിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, ഈ ഓടുന്ന ഓട്ടം നിലയ്ക്കുമ്പോ, നമ്മുടെ ചലനങ്ങൾ അസ്തമിക്കുമ്പോ, നമ്മുടെ ശ്വാസവും നിശ്വാസവും ചലനം നിശബ്ദമായി പോകുമ്പോ, കുറെ ആളുകൾ ഓടിക്കൂടി വാരി പുണർന്ന് നമ്മളെ ആരടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അവിടെ മുതലാണ് മനുഷ്യ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം, അവിടെ മുതലാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അതല്ലേ നമ്മെ ഉണർത്തുന്നത്, അലാ ഇന്നൽ ആഖിറ വഅദുൻ സാദിഖ്. അത് വ്യക്തമായ കരാറാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്, അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അവിടെ ആരാണ് വിധി കൽപ്പിക്കുന്നതെന്ന് നബി തങ്ങൾ പറയുകയാ, യഹ്കുമു ഫീഹാ മലികുൻ ഖാദിർ. ഈ ലോകത്തിന്റെ അധിപരാശക്തിയുണ്ടല്ലോ, ഈ ലോകത്തെ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാര കർത്താവുണ്ടല്ലോ, അനന്ത വിശാലമായ ആകാശത്തിന്റെ നിയന്ത്രണമുണ്ടല്ലോ, വിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച പടച്ചവനുണ്ടല്ലോ, തിരമ്പുന്ന തിരമാലകളുടെ ഉള്ളിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരങ്ങളായ തിമിംഗലെ ലോകത്ത് സൃഷ്ടിച്ച പടച്ച തമ്പുരാനുണ്ടല്ലോ. ഈ പടച്ചവനാണ് നാളെ ആഖിറത്തിൽ നമ്മുടെ തീരുമാനമെടുക്കുന്നത്. ഒരാൾക്ക് പോലും സംസാരിക്കാൻ അവകാശമില്ല. എല്ലാവരുടെ നാവുകളെ ബന്ധിക്കപ്പെടുന്ന ദിവസമാണ്. കണ്ണുകൾ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ കണ്ണുകൾ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ സ്വന്തം ആത്മാവിന് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുമ്പോ, നാളെ ആഖിറത്തിൽ ആരാണ്? റബ്ബാണ്, റബ്ബാണ്, റബ്ബാണ്. എന്റെയും നിങ്ങളുടെയും തീരുമാനം ഇതാ പുറപ്പെടുവിക്കുക. യഹ്കുമു ഫീഹാ മലികുൻ ഖാദിർ. പടച്ച തമ്പുരാനാണ്, ആ പടച്ച തമ്പുരാന്റെ തീരുമാനമാണ് ആ മഹ്ശറ വൻസഭയിൽ നടക്കുക. അവിടെ മറ്റാർക്കും സംസാരിക്കാൻ അവകാശമില്ല. ആകാശഭൂമികളോട് പടച്ചവൻ ചോദിക്കുകയാണ്, അയ്യത്തുഹദ്ദനിയത്തു ദുനിയാ ഐനൽ മുലൂക് ഐന അബ്നാഉൽ മുലൂക് ഐനൽ ജബാബിറ ഐനൽ ലദീന യഅബുദൂന ഐനൽ ലദീന യർസുഖൂന യഅകുലൂന റിസ്ഖി വയഅബുദൂന ഗൈരി. എവിടെ ദുനിയാവിലെ ആഢ്യത്വം നടിച്ചവരെവിടെ? അഹങ്കരിച്ചവരെവിടെ? പ്രൗഢി കാണിച്ചവരെവിടെ? ആരാണ് ദുനിയാവിലെ എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കെതിരെ സുജൂദ് ചെയ്തത്? ഞാനാണ് അവർക്ക്
നമുക്ക് വിഭവം നൽകിയത്. എന്റെ വിഭവങ്ങളെ ഭക്ഷിച്ചതിന് ശേഷം പ്രതിഷ്ഠകളുടെ മുന്നിൽ പോയി തലവെച്ചവനെവിടെ? പ്രതിഷ്ഠകൾക്ക് സുജൂദ് ചെയ്തവനെവിടെ? ഐനൽ മുലൂക്ക്, അധികാരികൾ എവിടെ? എന്റെ കൈകളിലാണ് ലോകത്തിന്റെ കടിഞ്ഞാണെന്ന് വാദിച്ചവരെവിടെ? ഐന അബ്നാഉൽ മുലൂക്ക്, ലോകത്തിന്റെ ഭരണാധികാരികൾ എവിടെ? അയ്യത്തുഹദ്ദനിയതുദ്നിയാ, ഏ ദുനിയാവേ നീ ഒന്ന് പറയണേ, നീ ഒന്ന് പറയണേ. ലോകം എന്റെ കൈകളിലാണെന്ന് വാദിച്ച ഫറോവ, ആ ഫറോവയുടെ അവസ്ഥ എന്തായി? ലോകത്ത് പണം കൊണ്ടമ്മാനമാടിയ ഖാറൂൻ, ആ ഖാറൂനിന്റെ അവസ്ഥ എന്തായി? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദനിപ്പിച്ച നമ്രൂദ് രാജാവ് എവിടെ? നമ്രൂദ് രാജാവിന്റെ കസേരയിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ മുബാറക്കായ കൈകൊണ്ടല്ലേ ഇബ്രാഹിം നബി അധികാരത്തിന്റെ കസേരയിൽ നിന്ന് നമ്രൂദിനെ പിടിച്ചിറക്കിയത്. അതേ കസേരയിൽ ഇബ്രാഹിം നബിയെ കയറ്റിയിരുത്തിയില്ലേ പടച്ചതമ്പുരാൻ? എവിടെ നമ്രൂദ്? എവിടെ ഹമാൻ? എവിടെ ഫറോവ? എവിടെ ഖാറൂൻ? എവിടെ ദുനിയാവിലെ അധികാരികളെ നിങ്ങളെവിടെ? ഐന അബ്നാഉൽ മുലൂക്ക്. ഇന്ന് ആർക്കാണ് സംസാരിക്കാൻ അവകാശമുള്ളത്? എങ്കിൽ അവരൊന്ന് എഴുന്നേൽക്കണേ, എങ്കിൽ അവരൊന്ന് എഴുന്നേൽക്കണേ. അത് നാളെ ആഖിറത്തിന്റെ ചോദ്യമാണ്, പരലോകത്തിന്റെ ചോദ്യമാണ്. നാളെ ആഖിറത്തിന് വേണ്ടി ജീവിക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. ദുനിയാവ് നമുക്ക് വലുതല്ല. ഈ ദുനിയാവിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ഏത് സമയത്തും ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകാം. അതെവിടെ വെച്ചുമാകാം, അതെങ്ങനെയുമാകാം. എത്രയോ പ്രതീക്ഷിക്കാത്ത കുരുന്നുകളാണ് മരിച്ചു വീഴുന്നത്. ചെറുപ്പമാണ് പൊലിഞ്ഞു പോകുന്നത്. അകാല മരണത്തിൽ വീണു പോവുകയല്ലേ. പ്രതീക്ഷയില്ല, പ്രതീക്ഷയില്ല എന്നാണ് മരിക്കുക. എത്ര ദിവസം ജീവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ ആർക്കും പറയാൻ കഴിയില്ല മക്കളെ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലാ ഇന്നൽ ആഖിറ വഅദുൻ സാദിഖ്. എപ്പോഴാണ് വാദ്? എപ്പോഴാണ് ആ വാഗ്ദാനം സംഭവിക്കുക? എപ്പോഴാണ് അത് സംഭവിക്കുക? അത് അല്ലാഹുവിന്റെ ഒരു കരാറാണ്. നാളെ ആഖിറത്തിൽ നിങ്ങളെ കൊണ്ടുവരും. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصيا ولا അവൻ പീടികയിലായിരിക്കും, അവൻ മാർക്കറ്റിൽ മത്സ്യം വാങ്ങാൻ പോയവനായിരിക്കും, അവൻ പച്ചക്കറിക്കടയിലായിരിക്കും, അവൻ വിദേശ യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അവൻ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ വിദേശത്ത് പോയി അവൻ ഇറങ്ങി. മെല്ലെ അവന്റെ നെഞ്ചിൽ ഒരു വേദനയാണ്. അവന്റെ കൈ കൊണ്ടൊന്ന് അമർത്തി പിടിക്കുകയാണ്. ആരോ അവനെ താങ്ങുകയാ. ഉടനെ അവൻ പറയുകയാണ്, പടച്ചവനെ അല്പസമയം നീ എനിക്ക് നൽകണേ. എനിക്ക് എന്റെ ഭാര്യയോട് ചില വസിയത്തുകൾ നൽകാനുണ്ട് അല്ലാ. എന്റെ മക്കളോട് ഒരു ചുടുചുംബനം നൽകട്ടെ റബ്ബേ. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് ദുനിയാവിന്റെ കുറെ വാഗ്ദാനങ്ങൾ പാലിക്കാനുണ്ട്. അല്ലാഹുവേ, അല്പസമയം എനിക്ക് നൽകുമോ? ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയി കൊള്ളട്ടെ. എന്റെ വീട്ടുകാരെ ഞാനൊന്ന് കാണട്ടെ. അവരോട് ഞാനൊന്ന് സല്ലപിച്ചു കൊള്ളട്ടെ. ഫലാ യസ്തസിയൂന തൗസിയാ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. സാധ്യമല്ല മക്കളെ, സാധ്യമല്ല മക്കളെ. ആ പിടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് വീട്ടിലേക്ക് മടങ്ങാൻ അവകാശം നൽകുകയില്ല. അതല്ലേ നമ്മളെ പത്രത്തിലൂടെ കാണുന്നത്? കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുകയാണ്, ബാത്റൂമിൽ മരിച്ചു വീഴുകയാണ്, യാത്രാ മധ്യയിൽ കുഴഞ്ഞു വീഴുകയാണ്, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുകയാണ്, അതാ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, വെന്ത് മരിക്കുന്നു, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. എത്രയെത്ര മരണങ്ങളാണ്, പ്രതീക്ഷിക്കാത്ത മരണങ്ങളാണ്, പൊടുന്നനെ സംഭവിക്കുന്ന മരണങ്ങളാ. ഈ സമയത്ത് അവനും മലക്കുൽ മൗത്തുമായുള്ള സംഘട്ടനത്തിൽ പറയുകയാണ്, റബ്ബിർജിഊൻ
എന്നെ ഒന്ന് മടക്കുമോ അല്ലാ, ഒരല്പസമയത്തേക്ക് എന്നെ ഒന്ന് മടക്കുമോ തമ്പുരാനെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇല്ല 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 ഇല്ല. ആ വാഗ്ദാനം എത്തിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഭാര്യയെ കാണാൻ അനുവദിക്കുകയില്ല, നിനക്ക് നിന്റെ മക്കളോട് സംസാരിക്കാൻ കഴിയില്ല, നിനക്ക് നിന്റെ കുടുംബക്കാരെ സന്ദർശിക്കാൻ കഴിയില്ല. നിന്റെ വാഗ്ദാനങ്ങളെല്ലാം അസ്തമിക്കുകയാണ്, നിന്റെ നാടകങ്ങളെല്ലാം തിരശീലയിടുകയാണ്. ഇനി നീ പോകേണ്ടത് മറ്റൊരു ലോകത്തേക്കാണ്. അതാണ് യഥാർത്ഥമായ ലോകം. ആ ലോകത്തിന്റെ അധിപരാശക്തി ആരാണ്? അത് പടച്ച തമ്പുരാനാണ്, അല്ലാഹുവാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹുവാണ്, പടച്ചവനാണ്, നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ്.